ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രെൻഡ് ലൈൻ എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ സീരീസിലും കൂടി ആഡ് ചെയ്യാം. കാരണം ട്രെൻഡ് ലൈൻസ് സപ്പോർട്ട് റെസിസ്റ്റൻസുമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സീരീസിൻ്റെ കൂടി ഒരു ഭാഗമാണിത്. ഓക്കെ, ട്രെൻഡ് ലൈൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിംഗ് ഹൈസ് അല്ലെങ്കിൽ സ്വിംഗ് ലോസ് ഇതിനെ കണക്ട് ചെയ്ത് വരക്കുന്ന ലൈനുകളാണ്. അത് കൂടാതെ ആ ലാസ്റ്റ് സെൻറ്റൻസ് കൂടി ശ്രദ്ധിക്കണം. ട്രെൻഡിങ് മാർക്കറ്റിൽ സ്വിംഗ് ഹൈസ് സ്വിംഗ് ലോസിന് കണക്ട് ചെയ്തിട്ട് വരക്കുന്ന ലൈൻസാണ്. അതായത് ഒരു അപ് ട്രെൻഡിലാണെങ്കിൽ നമ്മൾ സ്വിംഗ് ലോസ് കണക്ട് ചെയ്തിട്ട് വരക്കും മിക്കവാറും. സാധാരണ അങ്ങനെയാണ് വരക്കാറുള്ളത്. അങ്ങനെ ഒരു ലോ ഇല്ല, കാരണം രണ്ട് സൈഡും വരക്കാം. കാരണം ഏത് സൈഡ് ബ്രേക്ക് ഔട്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലും വരക്കാറുണ്ട്. പക്ഷേ എങ്കിലും നോർമലി അപ് ട്രെൻഡിലാണെങ്കിൽ നമ്മൾ സ്വിംഗ് ലോസ് കണക്ട് ചെയ്യും. ഡൗൺ ട്രെൻഡിലാണെങ്കിൽ സ്വിംഗ് ഹൈസ് കണക്ട് ചെയ്തിട്ട് ഒരു ട്രെൻഡ് ലൈൻ വരക്കും. ഇനി അപ് ട്രെൻഡ് എന്താണെന്ന് ഡൗൺ ട്രെൻഡ് എന്താണെന്ന് നിങ്ങൾ എൻ്റെ പ്രൈസ് ആക്ഷൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. പലരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്കായിട്ടാണെങ്കിൽ അപ് ട്രെൻഡിൽ എപ്പോഴും ഹയർ ഹൈസ് ഹയർ ലോസ് ഫോം ചെയ്തിട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഡൗൺ ട്രെൻഡിൽ ലോവർ ഹൈസ് ലോവർ ലോസ് ഫോം ചെയ്തിട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. അത് കാണാത്തവർ ആ വീഡിയോ ഒന്നുകൂടി കാണുക, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ട്രെൻഡിനെ കുറിച്ച്. ഇനി ട്രെൻഡ് ലൈനുകൾ പ്രധാനമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാർട്ടിൽ മനസ്സിലാക്കാം. ഞാനിപ്പോൾ കൺസെപ്റ്റ്സ് ഒന്ന് ഫസ്റ്റ് പറയുന്നുണ്ടെന്ന് മാത്രം. അതായത് ഒന്നാമത്തെ ഉപയോഗം സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ട്രെൻഡ് റിവേഴ്സൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും. പക്ഷേ ഒരിക്കലും സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൽ ബ്ലൈൻഡായിട്ട് സപ്പോർട്ടിലെത്തുമ്പോൾ ട്രെൻഡ് ലൈനിലെത്തുമ്പോൾ ബൈ ട്രേഡോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലെത്തുമ്പോൾ സെല്ലോ എടുക്കാൻ പാടില്ല. അവിടെയുള്ള പ്രൈസ് ആക്ഷനും കൂടി മനസ്സിലാക്കി അതനുസരിച്ച് ട്രേഡ് ചെയ്യണം. എന്നാലേ അത് സക്സസ്ഫുൾ ആവും. അല്ലെങ്കിൽ മിക്കവാറും അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ല ലോസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ പ്രൈസ് ആക്ഷൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത്, മിനിമം 2 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻസ് വരക്കാം. അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. മാത്സ് അത്യാവശ്യം അറിയുന്ന ആൾക്കറിയാം. 2 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ലൈൻ വരക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ എത്ര ടച്ച് ആകുന്നുണ്ട് അത്രത്തോളം നല്ലതാണ്. പക്ഷേ ഒരിക്കലും എത്ര ടച്ച് ചെയ്തതിന് അറിഞ്ഞാൽ അതൊരിക്കലും ബ്രേക്ക് ആവില്ല എന്നുള്ളൊരു ഉറപ്പൊന്നുമില്ല. പിന്നെ ഇത് മിക്കവാറും ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് കണക്കൂട്ടേണ്ട, ഒരു സോൺസ് ആയിട്ട് കരുതണം എപ്പോഴും. സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒരു സോൺസ് അല്ലെങ്കിൽ ഏരിയ പോലെ കരുതണം. അത് ആ സോണിലെത്തുമ്പോൾ അതിനടുത്തെത്തുമ്പോൾ പ്രൈസ് റിവേഴ്സ് ആവാൻ ചാൻസ് കൂടുതലാണ്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ബ്രേക്ക് ആവും. ഓക്കെ, പിന്നെ ഇത് ട്രെൻഡ് ലൈൻസ് ഉണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ട് വരയ്ക്കാൻ പാടില്ല ഒരിക്കലും. അങ്ങനെയെങ്കിൽ അത് മിക്കവാറും ഫെയിലാവും ആ ട്രെൻഡ് ലൈൻസ്. ഓക്കെ, ഞാൻ കൂടുതൽ പിന്നെ പറയാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഇപ്പോൾ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം. ഓരോ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ഫയർസിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് അതിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. രണ്ടിലും നിങ്ങൾക്ക് താല്പര്യമുള്ള ബ്രോക്കറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതുകൂടാതെ എൻ്റെ മറ്റ് വീഡിയോസിൻ്റെ ലിങ്കും ആ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിനി കുറച്ച് ചാർട്ട് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം നമുക്കൊരു ഡൗൺ ട്രെൻഡ് നോക്കാം. ഇതിൽ ഒരു ഹൈ, പിന്നെ ഒരു ലോ, പിന്നെ ഒരു ലോവർ ഹൈ, തൊട്ടുമ്പത്തെ ഹൈനേക്കാളും താഴെ, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ലോവർ ഹൈ, ലോവർ ലോ. അപ്പോൾ ഇത് ഡൗൺ ട്രെൻഡ് ആണെന്ന് ഉറപ്പായല്ലോ നമുക്ക്. ഇനി നമുക്കിത് സ്വിംഗ് ഹൈസ് കണക്ട് ചെയ്തിട്ട് ഒരു ട്രെൻഡ് ലൈൻ വരക്കാം. ട്രെൻഡ് ലൈൻ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, മാക്സിമം പോയിൻറ്റ്സ് ടച്ച് ആവുന്ന രീതിയിൽ വരക്കാം. പിന്നെ ഇതിൽ വിക്സ് കണക്ട് ചെയ്യണോ അല്ലെങ്കിൽ ക്ലോസിംഗ് പോയിൻ്റ് കണക്ട് ചെയ്യണോ എന്നുള്ള ചോദിച്ചാൽ ശരിക്കും 2 രീതിയും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് രണ്ടും തെറ്റോ കറക്റ്റോ എന്ന് പറയാൻ പറ്റില്ല, കാരണം രണ്ടിലും സക്സസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാക്സിമം പോയിൻറ്റ്സ് ടച്ച് ആക്കാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഏതാണ്, അതനുസരിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്, ഇത് പല സ്ഥലത്തും ആ ഒരു പോയിൻറ്റിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി തിക്കാക്കാം ലൈൻസ്, ആരോ മാർക്ക്. ഇതിൽ പല പ്രാവശ്യം 1 2 3 4 ആ കറക്റ്റ് ഒരു പോയിൻറ്റിനെ ഞാൻ പറഞ്ഞു മുമ്പ് പറയുന്ന സമയത്ത്, അതായത് ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് കരുതണ്ട, ഇതിനൊരു സോണായിട്ട് കരുതിയാൽ മതി. കാരണം അതിനെ അപ്രോച്ച് ചെയ്താലും മതി, അതിനടുത്ത് വന്നിട്ട് റിവേഴ്സ് ആയാലും മതി. ഈ ഒരു പോയിൻ്റ് വരെ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കണ്ടു നമുക്ക് ഇപ്പോൾ. അതിനുശേഷം അത് റിവേഴ്സ്, അതായത് ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ടായി. അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. ബ്രേക്ക് ഔട്ടിന് ശേഷം ആ പ്രൈസ് ഒന്നുകൂടി റീടെസ്റ്റ് ചെയ്തതും നമുക്ക് കാണാൻ പറ്റും. അതായത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റ് അതും കൂടി നമുക്കിതിൽ കാണാൻ പറ്റും ശരിക്കും നോക്കിയാൽ. ഓക്കെ, നമുക്കിപ്പോൾ അതല്ല ഭാഗം, ബാക്കിയുള്ള ട്രെൻഡ് ലൈൻസ് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ഇനി വേറൊരു ട്രെൻഡ് ലൈൻ കൂടി വരച്ചോ. ഇതും ഡൗൺ ട്രെൻഡ് തന്നെയാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു ഫെയിൽഡ് ബ്രേക്ക്ഔട്ട്സ് നടന്ന സ്ഥലം അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. നമുക്ക് മാക്സിമം പോയിൻറ്റ്സ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വരക്കാൻ ശ്രമിക്കുക. 1-2 പോയിൻറ്റ് ടച്ച് ആയില്ലെങ്കിൽ അത് പ്രശ്നമില്ല, അത് ഒഴിവാക്കാം നമുക്ക്. പക്ഷേ മാക്സിമം ഭാഗങ്ങൾ കണക്ട് ചെയ്യുന്ന രീതിയിൽ വരക്കാം. മാക്സിമം എത്ര പോയിൻറ്റ്സ് കണക്ട് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നല്ലതായിരിക്കും. ഓക്കെ, നമുക്കിതിൽ നോക്കാം എത്ര പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഒന്ന് സൂം ഇൻ ചെയ്യാം. ആരോ ടൂള്. ഓക്കെ, ഒരു പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം, പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം ചെറിയ രീതിയിലൊന്ന് ഫെയിൽഡ് ബ്രേക്ക്ഔട്ട് എന്ന് പറയാം. പക്ഷെ അത് നമുക്ക് കുറച്ച് മാറ്റി വരച്ചാൽ ഓക്കെ. പക്ഷേ അതിൽ നമ്മൾ മാക്സിമം കണക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ വരക്കാം. ഓക്കെ, പല പ്രാവശ്യം 1, 2, 3, 4, 5, 6, 7, 8ഓളം പ്രാവശ്യം അത് ടച്ച് ആയിട്ടുണ്ട്. അതിനുശേഷം അത് ബ്രേക്ക്ഔട്ടായി. പിന്നെ അതായത് പ്രൈസ് റിവേഴ്സൽ. ബ്രേക്ക് ആയാൽ പ്രൈസ് റിവേഴ്സൽ, അതായത് ട്രെൻഡ് ലൈൻ നമ്മൾ 2 കാര്യത്തിന് ഉപയോഗിക്കലുണ്ട്. ഒന്ന് റിവേഴ്സൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും. ഇപ്പോൾ ഇതിൽ റെസിസ്റ്റൻസ് ആയിട്ട് പല പ്രാവശ്യം ആക്ട് ചെയ്തു, ഒരു 8 പ്രാവശ്യത്തോളം. അതിനുശേഷം അത് ബ്രേക്ക്ഔട്ടായ ശേഷം ആ റിവേഴ്സൽ എന്നുള്ള സിഗ്നൽ തന്നു നമുക്ക്, പ്രൈസ് റിവേഴ്സ് ആകുന്നുണ്ടെന്ന്. ഇത് 1 അവർ ചാർട്ടാണ്. നമുക്കിത് എല്ലാ രീതിയിലും എല്ലാ ടൈം ഫ്രെയിമിലും കാണാൻ പറ്റും. ടെക്നിക്കലിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഏത് ടൈം ഫ്രെയിമിലായാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, ടെക്നിക്കൽ കൺസെപ്റ്റ്സ്. ഇത് ചെറിയൊരു അപ്പ് ട്രെൻഡാണ്. നമുക്കിത് വരക്കാം. അപ്പ് ട്രെൻഡിലുള്ള ഒന്നും വരച്ചിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് കുറച്ചുകൂടി സെർച്ച് ചെയ്താൽ നല്ല ഇത് കാണാൻ പറ്റും. പക്ഷെ ഞാൻ ടൈമില്ല ഇന്ന്, അതുകൊണ്ട് അത്യാവശ്യം ഓക്കെ മതി. ഇതിലും ഒരു 3 പ്രാവശ്യത്തോളം ടച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ലൈന്. അത് 3 പ്രാവശ്യം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് 3 പോയിൻറ്റിൽ. അതിനുശേഷം അത് ബ്രേക്കായ ശേഷം ഓക്കെ, നമുക്ക് സപ്പോർട്ടിൽ എങ്ങനെയാണ് സാധാരണ ട്രേഡ് എടുക്കേണ്ടത്. അതായത് മിക്കവാറും സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ ട്രേഡ് എടുക്കുന്നത് എപ്പോഴും ഒരു ചാനൽ രീതിയിൽ ഫോം ചെയ്യുന്ന സമയത്തായിരിക്കും മിക്കവാറും ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ട്രേഡ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. പക്ഷേ സാധാരണ രീതിയിൽ ട്രെൻഡ് ലൈന് ബ്രേക്ക് ആകുമ്പോഴാണ് നമ്മൾ സാധാരണ ട്രേഡ് എടുക്കാറുള്ളത്. അതായത് റിവേഴ്സലിൻ്റെ സ്റ്റോക്ക് റിവേഴ്സൽ, അതിൽ റിസ്ക് റിവാർഡും കൂടുതലായിരിക്കും. കാരണം നല്ല രീതിയിൽ മൂവ്മെൻറ്റും കിട്ടും, റിസ്ക് കുറവായിരിക്കും. റിസ്ക് സപ്പോർട്ട് റെസിസ്റ്റൻസിലും കുറവ് തന്നെയായിരിക്കും. പക്ഷേ മൂവ്മെൻറ്റ് അതിൽ ഒരു ചാനൽ രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടുമ്പോഴേ നമുക്കത് എപ്പോഴും എടുക്കുന്ന കുറച്ചുകൂടി സേഫ് ആയിരിക്കും. നമുക്കിത് ബാങ്ക് നിഫ്റ്റിയിലൊന്ന് വരച്ച് നോക്കാം. അത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്, ഡെയിലി ടൈം ഫ്രെയിം. ഇതിൽ നമുക്ക് കാണാൻ പറ്റും മാക്സിമം കണക്റ്റ് ആകുന്ന രീതിയിൽ, പോയിൻറ്റ്സ് ടച്ച് ആകുന്ന രീതിയിൽ നമുക്ക് വരക്കാം. ഇതിൽ പല കൺസെപ്റ്റ്സും പറയാനുണ്ടേനും, ഇന്ത്യൻ ട്രെൻഡ് ലൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. ഇതിൽ കുറച്ചുകൂടി മൊമെൻറ്റം കൂടുന്ന സമയത്ത് നമുക്ക് ഇന്ത്യൻ ട്രെൻഡ് ലൈൻസ് എല്ലാം വരക്കാൻ പറ്റും. ഓക്കെ, അപ്രോക്സിമേറ്റ് ഓക്കെ, ഏകദേശം കണക്ട് ആയിട്ടുണ്ട് എല്ലാ പോയിൻറ്റും. പക്ഷേ ആ ലാസ്റ്റത്തെ ക്യാൻഡിൽ വേണമെങ്കിൽ അതൊരു മിക്കവാറും എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ് ആയിരിക്കാം. അത് കറക്റ്റായിട്ട് ടച്ച് ആവുന്നില്ല എങ്കിലും ഓക്കെ, അപ്രോച്ച് ചെയ്തിട്ടുണ്ട് 1-2 പ്രാവശ്യം അത് അതേ പോയിൻറ്റിനെ. എന്തായാലും നല്ല രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ആ പോയിൻറ്റ് ഇതായതാണ്. നമുക്ക് വേറെ കുറച്ചുകൂടി നല്ലത് നോക്കാം, ഏതെങ്കിലും ഒരു ഭാഗം. അതിലും 3-4 പ്രാവശ്യം ടച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ചെറിയ ടൈം ഫ്രെയിം, ഇൻട്രാഡേ ടൈം ഫ്രെയിമാണ്. നമുക്ക് 15 മിനിറ്റിൻ്റെ ഇതിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം ഇൻട്രാഡേയിൽ. ഓക്കെ, ഇത് ഡൗൺ ട്രെൻഡ് ആണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹയർ ഹൈസും ഹയർ ലോസും ഫോം ചെയ്യുന്നുണ്ട്. അതിൽ ചെറിയൊരു ഫെയിൽഡ് ബ്രേക്ക്ഔട്ട് ഉണ്ട് ആ ഒരു ഭാഗത്ത്. അതുകൂടാതെ ഇത് പല പ്രാവശ്യം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൂം ഇൻ ചെയ്ത് നോക്കാം കുറച്ചുകൂടി ചാർട്ട്. ട്രെൻഡ് ലൈനിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് ഡീപ്പായിട്ട്, അത്രയും കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ. എന്തായാലും ഇതിൽ 1, 2, 3 പക്ഷേ അടുത്ത പ്രാവശ്യത്തെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ ഒരു ചെറിയ രീതിയിൽ ഫേക്ക് ഔട്ടാണ്. ഈ ഇൻട്രാഡേ ടൈം ഫ്രെയിമാണിത്, 15 മിനിറ്റാണ്. അവിടെ ഒരു ഫെയിൽഡ് ബ്രേക്ക് ഔട്ട് നടന്നു. പക്ഷേ അത് മിക്കവാറും ഗ്യാപ്പ് ഡൗൺ ആണ്. അതപ്പോൾ മിക്കവാറും അത് പിറ്റേ ദിവസത്തെ പ്രൈസ് ആക്ഷൻ ആയിരിക്കണം. രാവിലെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് സ്റ്റാർട്ടായി, ഓപ്പണായി. പക്ഷേ അതിനുശേഷം സെയിം പോയിൻറ്റ് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും നമുക്ക്. അതിനുശേഷം 2-3 പ്രാവശ്യം അതേ പോയിൻറ്റിനെ അപ്രോച്ച് ചെയ്തു. പിന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്കായി മുകളിലോട്ട് പോകുന്നത് കാണാൻ പറ്റും നമുക്ക്. പ്രൈസ് ഇത് ഇൻട്രാഡേ ടൈം ഫ്രെയിമിലായിരുന്നു. ഓക്കെ, ഇതിൽ തന്നെ വേറെ വരക്കാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് ഒന്ന് പെട്ടെന്നുള്ള കാണുന്നത് വരക്കാൻ നമുക്ക് ഏതെങ്കിലും ഒന്ന്. ഓക്കെ, ഇവിടെ ഒരു അപ്പ് ട്രെൻഡിൽ
ഇതാണ്. ട്രെൻഡ് ലൈൻ ടൂൾ എടുക്കാം, മാക്സിമം പോയിൻറ്റ്സ് കണക്ട് ചെയ്യുക, വരക്കാം. ഓക്കെ, അതിൽ 1 ആരോ ടൂൾ മാറി. ഓക്കെ, ഇതിലും നമുക്ക് കാണാൻ പറ്റും അപ്പ് ട്രെൻഡ് ലൈനിൽ നമ്മൾ വരച്ചത് താഴെയാണ് വരച്ചത്, അതായത് ലോസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അപ്പ് ട്രെൻഡ് ലൈൻ വരച്ചത്. ഓക്കെ, ഇവിടെ ചെറിയൊരു ഫെയിൽഡ് ബ്രേക്കൗട്ട്, അതിനുശേഷം വീണ്ടും അത് സപ്പോർട്ടായിട്ട് പല പ്രാവശ്യം അത് ആക്ട് ചെയ്യുന്ന കാണാൻ പറ്റും. അതിനുശേഷം അത് ബ്രേക്കൗട്ടായി നല്ല രീതിയിൽ പ്രൈസ് താഴോട്ട് വന്നു. അപ്പോൾ ബ്രേക്കൗട്ടായിട്ട് ശേഷമുള്ള മൂവ്മെൻറ്റ് നല്ല സ്പീഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രാഡേ ട്രേഡിനും ഏത് ട്രേഡായാലും നല്ല രീതിയിൽ ഒരു റിവാർഡ് കിട്ടുന്ന ട്രേഡ്സാണ് ഇപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിൻ്റെ സമയത്ത് കിട്ടുന്ന ട്രേഡ്സ്. നമുക്ക് ഇൻറ്റേർണൽ ട്രെൻഡ് ലൈൻ്റെ കാര്യം ഞാൻ ചെറിയ രീതിയിലൊന്ന് സൂചിപ്പിക്കാം. ഇതിൽ നമുക്ക് അവിടെ ഒരു മൊമെൻറ്റം കൂടിയ സമയത്ത്, ഇതിപ്പോൾ 15 മിനിറ്റാണ്, അതിൽ കൂടുതൽ കാണാനില്ലെങ്കിലും ആ മൊമെൻറ്റം കൂടിയ സമയത്ത് നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു ഇൻറ്റേർണൽ ട്രെൻഡ് ലൈൻ വരക്കാം. എന്നിട്ട് അത് ബ്രേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാം അടുത്ത ട്രെൻഡ് ലൈൻ അത് സപ്പോർട്ട് എടുക്കുന്നുള്ളത്. ഇതേപോലെ പല കാര്യത്തിലും നമുക്ക് ഇന്ത്യൻ ട്രെൻഡ് ലൈൻസ് ഉപയോഗിക്കാൻ പറ്റും. ഒരു സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം കൂടുന്നത് മനസ്സിലാക്കാനും, ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആകുമ്പോൾ ആ മൊമെൻറ്റം കുറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും, അങ്ങനെയുള്ള പല കാര്യത്തിനും ഇങ്ങനെ ഇന്ത്യൻ ട്രെൻഡ് ലൈൻസ് വരച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഇന്ത്യൻ ട്രെൻഡ് ലൈൻസ് അനുസരിച്ച് ട്രേഡ് എടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം, കാരണം ഇതിൻ്റെ ലെങ്ത്ത് കുറേ കൂടി ഇപ്പോൾ തന്നെ. അപ്പോൾ ഇപ്പോൾ ഇത്രയും മതി കാര്യങ്ങൾ, നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ കൂടുതൽ ചെയ്യാം. വീഡിയോസിൻ്റെ ഫ്രീക്വൻസി എനിക്ക് കുറവായിരിക്കും മിക്കവാറും, എങ്കിലും ഞാൻ ടൈമുള്ളപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. എന്തായാലും വീക്കിലി ഒന്നെങ്കിലും ഇടാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് പലതും ഉണ്ടാവും, അത് നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരായിട്ടും ഗ്രൂപ്പുകളിലും മറ്റും ഷെയർ ചെയ്യുക മാക്സിമം.